Fifth question. A marketing manager has five salesmen and five sales district. Considering the capabilities of the salesman and the nature of district of the salesman and the nature of the districts, the marketing manager estimates that the sales per month in 100 rupees for each salesman in each district would be as follows. A, B, C, D, E. 1, 2, 3, 4, 5. The salesman district. Values തന്നിട്ടുണ്ട് 32, 38, 40, 28, 40, 40, 24, 40, 24, 28, 21, 28, 21, 36, 41, 27, 33, 30, 37, 22, 38, 41, 36, 36, 29, 33, 40, 35, 39. ഇതാണ് തന്നിരിക്കുന്നത്. Find the assignment of salesman. Find the assignment of salesman to district that will result in maximum sale. ഇപ്പോൾ സെയിൽസ് ആണ് തന്നേക്കുന്നത്. ഓരോ സെയിൽസ്മെനും ഓരോ ഡിസ്ട്രിക്റ്റിലും നടത്തുന്ന സെയിലുകളാണ് തന്നേക്കുന്നത്. അപ്പോൾ അത് മാക്സിമൈസ് ചെയ്യുന്നത് പോലെയുള്ള അസൈൻമെൻറ്റ് നടത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ഒരു പ്രോബ്ലം മാക്സിമൈസേഷൻ്റെ കണ്ടായിരുന്നു. മാക്സിമൈസേഷൻ പ്രോബ്ലം നമ്മൾ മിനിമൈസേഷനാക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മിനിമൈസേഷനായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ എന്താ ചെയ്തത്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മാക്സിമൈസേഷൻ പ്രോബ്ലത്തിനെ മിനിമൈസേഷനാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ മൊത്തം നമ്മൾ ആ ടേബിളിൻ്റെ അകത്തെ ഹയസ്റ്റ് എലമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് ഹയസ്റ്റ് എലമെൻറ്റിൽ നിന്ന് എല്ലാ എലമെൻറ്റും കുറയ്ക്കണം. അപ്പോൾ നമ്മുടെ പ്രോബ്ലം മിനിമൈസേഷനാക്കി മാറണം. അപ്പോൾ അത് എഴുതിയിട്ട് നമുക്ക് ടേബിൾ വരയ്ക്കാം. അപ്പം ടേബിൾ വരയ്ക്കാനുള്ള സ്ഥലം ഞാൻ ഇവിടെ ഇട്ടിട്ട് ആൻസർ. ദ പ്രോബ്ലം ക്യാൻ ബി converted into minimization by subtracting from the largest element
ഓൾ ദി എലമെൻറ്റ്സ്. ലാർജസ്റ്റ് എലമെൻറ്റിൽ നിന്ന് എല്ലാ എലമെൻറ്റുകളും കുറയ്ക്കണം. അപ്പോൾ ഇവിടെ 1, 2, 3, 4, 5 A, B, C, D, E. ലാർജസ്റ്റ് എലമെൻറ്റ് നമ്മൾ 41 അല്ലേ. അപ്പോൾ 41 മൈനസ് 32 ചെയ്യുമ്പോൾ നമുക്ക് 9 വരും. ഇനി 41 മൈനസ് 33, ഇവിടെ 40 ആകുമ്പം 1, 28 ആകുമ്പം 13, 40 ആകുമ്പം 1. അടുത്തത് 41 മൈനസ് 41, 41 മൈനസ് 24, 17, 28 ആകുമ്പം 13, 21 ആകുമ്പം 20, 36 ആകുമ്പം 5. അടുത്തത് 41 0, 27 14, 33 8, 30 11, 37 4. അടുത്തത് 22 ആകുമ്പോഴത്തേക്കും 19, 38 3, 41 0, 36 5, 36 5, 29 12, 33 8, 40 1, 35 6, 39 2. ഇതാണ് നമ്മുടെ മിനിമൈസേഷൻ ടേബിൾ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് എല്ലാ റോയിൽ നിന്നും അതിൻ്റെ മിനിമം കുറയ്ക്കണം. ഫസ്റ്റ് റോയിലെ മിനിമം 1 ആണ്, സെക്കൻഡ് റോയിൽ 1 ആണ്, തേർഡ് റോയിലും ഫോർത്ത് റോയിലും 0 ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചാലും വ്യത്യാസമൊന്നും വരത്തില്ല. ബാക്കി എല്ലാ റോയിലും 1 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് സബ്ട്രാക്റ്റിംഗ് റോ മിനിമ, സബ്ട്രാക്റ്റിംഗ് റോ മിനിമ. One, 2, 3, 4, 5 A, B, C, D, E. അപ്പോൾ ഫസ്റ്റ് റോയിൽ നിന്ന് നമ്മൾ 1 കുറയ്ക്കണം. അപ്പം 8 2 0 12 0, 8 2 0 12 0 എന്ന് വന്നു. രണ്ടാമത്തെ എന്താണ് വരുന്നത്? അവിടെയും 1 ആണ്. അപ്പോൾ 0 16 12 19 4 വരും. 1 കുറയ്ക്കുമ്പം 0 16 12 19 4, 0 16 12 19 4. തേർഡ് റോയിലും ഫോർത്ത് റോയിലും 0 ഉള്ളതുകൊണ്ട് വ്യത്യാസം വരികയില്ല. 0 ആണ് മിനിമം എലമെൻറ്റ്. അപ്പോൾ 0 14 8 11 4, 0 14 8 11 4. അടുത്തത് 0 ഉണ്ട്. 19 3 0, 19 3 0 5 5. അടുത്തത് 1 ആണ് റോയി വരുന്നത്. അപ്പം 1 കുറയ്ക്കണം. മിനിമം 1 ആയതുകൊണ്ട് 11 7 0 5 1, 11 7 0, 11 7 0 5 1. ഇനി എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്റ്റിംഗ് കോളം മിനിമം. സബ്ട്രാക്റ്റിംഗ് കോളം മിനിമം. ആദ്യത്തെ കോളത്തിൽ 0 ഉള്ളതുകൊണ്ട് വ്യത്യാസമൊന്നും വരത്തില്ല. A, B, C, D, E. 0 ഉള്ള കോളത്തിൽ വ്യത്യാസമില്ല. 8 0 0, 19 11, 1 2 3 4 5. ഇവിടെ 2 ആണ് മിനിമം. അപ്പം 0 14 12 1 5. ഇവിടെ 0 ഉള്ളതുകൊണ്ട് വ്യത്യാസമില്ല. 0 12 8 0 0. ഇവിടെ 5 ആണ് മിനിമം വന്നേക്കുന്നത്. അപ്പോൾ 5 കുറയ്ക്കുമ്പം 7 12 6 0 0. ഈ റോയിൽ 0 കോളത്തിൽ 0 ഉള്ളതുകൊണ്ട് വ്യത്യാസമൊന്നും വരികയില്ല. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു 0 മാത്രമുള്ള റോ ഉണ്ടോ നോക്കണം. ഇവിടെ 3 0 ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 0 ഇതെടുക്കാം. ഈ റോയിൽ ഒരു 0 ഉള്ളൂ. ഈ 0 മാർക്ക് ചെയ്യുമ്പം കറസ്പോണ്ടിങ് കോളത്തിലെ 0കൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മൾ നോക്കിയാൽ ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ 2 0 ഉണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ? ഒറ്റ 0 ഉള്ള കോളം ഉണ്ടോ? ഒറ്റ 0 ഉള്ള കോളം നമ്മൾ നോക്കുമ്പം ഈ കോളത്തിൽ ഒരു 0 ഉള്ളൂ. അപ്പോൾ ഈ കോളത്തിൽ ഒരു 0 ഉള്ളൂ. അപ്പോൾ കറസ്പോണ്ടിങ് ആ റോയിൽ എവിടെയെങ്കിലും 0 ഉണ്ടെങ്കിൽ കട്ട് ചെയ്തു. അപ്പോൾ ഇത് തീർന്നു. പിന്നെ ഇവിടെ നമ്മൾ നോക്കുമ്പം 2 0 ഉണ്ട് അല്ലേ?
ഇവിടെ നമുക്ക് 2 0 ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കിയാലും 2 0 ഉണ്ട്. റോ വൈസ് നോക്കുമ്പോഴും നമുക്കപ്പോൾ ഒരെണ്ണം ഇവിടെ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യാനേ നമുക്ക് മാർഗ്ഗമുള്ളൂ. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കുന്നത്, സീറോയ്ക്ക് അസൈൻമെൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒറ്റ 0 ഉള്ള റോകളും ഒറ്റ 0 ഉള്ള കോളങ്ങളും. അത് കഴിഞ്ഞ് നമ്മൾ നോക്കണം, അങ്ങനെ അല്ലാത്തതുണ്ടെങ്കിൽ സീറോസ് മിച്ചമുണ്ടോ? സീറോസ് അല്ലെങ്കിൽ ഒന്നെങ്കിൽ അസൈൻ ചെയ്യണം അല്ലെങ്കിൽ കട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 മിച്ചം കിടപ്പുണ്ട്. അപ്പം നമ്മൾ ഇതിലേതെങ്കിലും ഒന്നെങ്കിൽ ഇതെടുക്കണം അല്ലെങ്കിൽ ഇതെടുക്കണം. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്തിട്ട് മറ്റേ ഇതിപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ ഇതെടുക്കുമ്പം ഇത് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ അപ്പോൾ നമുക്കൊരു അസൈൻമെൻറ്റായി. പക്ഷേ ഇവിടെ നോക്കിയേ 1 2 3 4 അസൈൻമെൻറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഈ സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ല. ഇത് സൊല്യൂഷൻ ഒപ്റ്റിമൽ അല്ലാത്തത് കൊണ്ട് നമ്മളിനി എന്ത് ചെയ്യണം? 0 മാർക്ക് ചെയ്യപ്പെടാത്ത റോകളുണ്ടോ? അപ്പോൾ ഇവിടെ ഒരു റോ ഉണ്ട്, ഇതിനെ ടിക്ക് ചെയ്തു. അതാണ് നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. അപ്പം മാർക്ക് ചെയ്യപ്പെടാത്തതിന് അവിടെ ടിക്ക് ഇട്ടു. അതായത് 0 മാർക്ക് ഇങ്ങനെ ബോക്സിൽ 0 ഇല്ലാത്ത റോ അതിതാണ്. അതിന് കറസ്പോണ്ടിങ് 0 ഉള്ള അതിൻ്റെ അകത്തെ 0 ഉള്ള കോളം എടുത്തു, അതിതാണ്. ആ കോളത്തിൽ 0 മാർക്ക് ചെയ്തുകൊണ്ടെങ്കിൽ ഇവിടെ ഈ 0 മാർക്ക് ചെയ്തിട്ടപ്പോൾ ഈ റോ എടുത്തു. ഇത് പിന്നെ നമ്മൾക്കൊന്നും ചെയ്യാനില്ല. അപ്പം നമുക്ക് എന്താ കിട്ടിയത്? 2 റോ മാർക്ക് ചെയ്തു, ഒരു കോളവും മാർക്ക് ചെയ്തു. ഇനി നമ്മൾ വരയ്ക്കുന്ന ഇതിലൂടെയാണ് അൺമാർക്ക്ഡ് റോയിൽ കൂടെ. അപ്പോൾ ഇവിടെ വരച്ചു, ഇവിടെ വരച്ചു, ഇവിടെ വരച്ചു, പിന്നെ മാർക്ക്ഡ് കോളത്തിൽ കൂടെ. നമ്മൾ ഈ പുറത്ത് കിടക്കുന്നതിൻ്റെ മിനിമം എന്ന് പറയുന്നത് 4 ആണ്. ആ 4 നമുക്ക് കുറയ്ക്കണം. സബ്സ്ട്രാക്റ്റിംഗ് 4 ഫ്രം അൺമാർക്ക്ഡ് ലൈൻ ഇല്ലാത്തടത്തോളം നമ്മൾ കുറയ്ക്കുന്നു. പിന്നെ ഇൻ്റർസെക്ഷനിൽ നമ്മൾ 4 കൂട്ടുന്നു. അപ്പം പുതിയ ടേബിൾ കിട്ടും. A B C D E. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഇൻ്റർസെക്ഷൻ ഉണ്ട്, ഇവിടെ ഇൻ്റർസെക്ഷൻ ഉണ്ട്, ഇവിടെ ഇൻ്റർസെക്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ 4 കൂട്ടണ്ടേ. അപ്പോൾ 8 + 4 12. 0യ്ക്ക് ചേഞ്ച് ഇല്ല, ഈ 0യ്ക്കും ചേഞ്ച് ഇല്ല. 19ഉം 11 ഇൻ്റർസെക്ഷനിൽ വന്നേക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഇൻ്റർസെക്ഷനിലാണല്ലോ ഈ ലൈനും ഈ ലൈനും കൂടെ. അപ്പോൾ അവിടെ 19 + 4 23, 11 + 4 15. ഇനി നമ്മൾ നോക്കുമ്പോൾ ഈ 0യ്ക്കും 1നും 5നും ചേഞ്ച് ഇല്ല. 40ൽ നിന്ന് 4 കുറയ്ക്കണം, അപ്പോൾ അത് 10. 12ൽ നിന്ന് കുറയ്ക്കുമ്പം 8. 1നും 5നും ചേഞ്ച് ഇല്ല. അടുത്തത് പിന്നെ ഇൻ്റർസെക്ഷൻ ഒന്നും വരുന്നില്ല. 0 12ൽ നിന്ന് കുറയ്ക്കുന്നു 8, 8ൽ നിന്ന് കുറയ്ക്കുമ്പോൾ 4. 0യ്ക്കും ചേഞ്ച് ഇല്ല. അടുത്തത് ഇവിടെ 7 ചേഞ്ച് ഇല്ല, 7 ലൈനിലാണ്. 12ന് 8, 6ന് 2. ഇത് രണ്ടും 0 0. അടുത്തത് ഇവിടെ 0, 4ഉം 4ഉം പോയി 0 0. 5നും 1നും ചേഞ്ച് ഇല്ല. ഇനി നമ്മൾ ഒന്നും കൂടെ അസൈൻമെൻറ്റ് കൊടുക്കണം. അപ്പോൾ ഒറ്റ 0 മാത്രമുള്ള റോ ഉണ്ടോ എന്ന് നോക്കുമ്പോൾ ഇവിടെ 3 എണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 2, ഇവിടെ 2. അപ്പോൾ 0 നമുക്ക് ഒറ്റ 0 ഉള്ള ഒരു റോ പോലും ഇല്ല. ഇനി കോളം നോക്കിയാൽ ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ പക്ഷേ ഒന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അസൈൻമെൻറ്റ് കൊടുത്തു. ഇവിടെ അസൈൻമെൻറ്റ് കൊടുത്താൽ ഈ കോളത്തിൽ നമ്മളൊരു അസൈൻമെൻറ്റ് കൊടുത്താൽ ആ റോയിലെ സീറോസ് എല്ലാം വെട്ടിക്കളയണം. അതെല്ലാം വെട്ടിക്കളഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് അടുത്തത് ഇവിടെ നോക്കിയാൽ ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ 2 0 ഉണ്ട്. അപ്പം നമുക്ക് അസൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ നോക്കുമ്പം റോ വൈസ് നോക്കി ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. കോളം വൈസും നമുക്ക് 2 എണ്ണം വെച്ച് കിടക്കുവാണ്. ഇവിടെ പക്ഷെ നമുക്കിനി ഒരു അസൈൻമെൻറ്റ് കൊടുക്കാനായിട്ട് ആർബിട്രറി ആയിട്ടുള്ള ചോയ്സ് അല്ലാതെ പോസിബിൾ അല്ല. കാരണം നോക്കിയേ, ഇവിടെ നമുക്ക് ഇതെടുക്കാനും ഓപ്ഷൻ ഉണ്ട്, ഇതെടുക്കാനും ഓപ്ഷൻ ഉണ്ട്. റോ വൈസ് നോക്കിയാൽ ഇതും എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഇവിടെ അതെ. അങ്ങനെ എല്ലാത്തിൻ്റെ അത് 2 എണ്ണം കിടക്കുന്നതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് നമ്മൾ ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആദ്യത്തെ ആർബിട്രറി കാണിക്കാൻ വേണ്ടി ഞാനിപ്പം പെൻസിൽ കൊണ്ട് എടുക്കാം. ഇത് നമ്മൾ എടുത്താൽ ഇത് കട്ട് ചെയ്ത് കളയും. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതെടുക്കുമ്പം ഈ കറസ്പോണ്ടിങ് ഈ 0യും പോകും, ഇവിടുത്തെ ഇതും പോകും. അപ്പോൾ ഇവിടുത്തെ അസൈൻമെൻറ്റ് വന്നു. അപ്പോൾ ഒരു ആർബിട്രറി ചോയ്സായി. പിന്നെ നമുക്ക് ഇവിടെയും അപ്പം ഈ 2നും 3ക്കും 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. 2നും 3ക്കും 2 ഓപ്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരെണ്ണം കിട്ടി. പിന്നെ നമുക്കുള്ളത് എന്താ, 4നും 5നും 2 ഓപ്ഷൻ ഉണ്ട്. 4ന് നമ്മൾ ഇത് ചൂസ് ചെയ്താൽ
ഇത് വെട്ടിക്കളയും, ഇതും വെട്ടിക്കളയും, അപ്പോൾ ഇത് വരും. അപ്പോൾ നമുക്കൊരു അസൈൻമെൻറ്റ് കിട്ടി. ഇതല്ലാതെ ഒരു അസൈൻമെൻറ്റ്, അപ്പം നമ്മൾ ഒരു അസൈൻമെൻറ്റ് കിട്ടി. ഇനി രണ്ടാമത് ഇതേ സെയിം സാധനം നമുക്ക് വേറെ രീതിയിലെടുക്കാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 4 അസൈൻമെൻറ്റുകൾ പോസിബിളാണ്. ഇതും എടുത്തിട്ട് ഇതും കൂടെ വരാം. അപ്പം ഇപ്പം നമുക്ക് കിട്ടിയ ഒരു അസൈൻമെൻറ്റ്. അപ്പം സൊല്യൂഷൻ ഈസ് എന്നും പറഞ്ഞ് ആ സൊല്യൂഷൻ നമുക്ക് എഴുതാം. ഇവിടെ എന്താ, സെയിൽസ്മെൻ ഡിസ്ട്രിക്റ്റ് സെയിൽസ് ഇൻ 100 ആണ്, 100 റുപ്പീസിലാണ് സെയിൽസ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ അനുസരിച്ച് 1BA 2A 3E 40 50. അപ്പോൾ അത് 1 2 3 4 5. 1 ഇപ്പം എടുത്തേക്കുന്ന അനുസരിച്ച് 1BA 2A 3E 4C 5D. ഇതാണ് ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കോസ്റ്റുകളും കൂടെ നമ്മൾ നോക്കുവാണെങ്കിൽ 1Bയുടെ കോസ്റ്റ് 38, ഇത് 38, 2Aയുടെ കോസ്റ്റ് 40, 3Eയുടെ കോസ്റ്റ് 37, 4Cയുടെ കോസ്റ്റ് 41, 5Dയുടെ കോസ്റ്റ് 35. ആഡ് ചെയ്യുമ്പം 15 21 ക്യാരി 2 5 + 4 9 12 16 191 വരും. ഇനി നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വേറൊരു സൊല്യൂഷൻ, ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ, അത് വരയ്ക്കേണ്ട കാര്യമില്ല. ഇവിടെ നമ്മൾ ഇതെടുത്തത് കൊണ്ടാണ് ഇതെടുക്കേണ്ടി വന്നത്. ഇനി ഇതിന് പകരം ഇതായിരുന്നു എടുത്തിരുന്നതെന്ന് വിചാരിച്ചേ. അപ്പം ബാക്കിയുള്ളതിനൊന്നും വ്യത്യാസം വരുത്താതെ നമുക്ക് 1BA സൊല്യൂഷൻ സെയിൽസ്മെൻ ഡിസ്ട്രിക്റ്റ് സെയിൽസ് 1 2 3 4 5. ഡിസ്ട്രിക്റ്റ് നമ്മൾ ഈ 2ൻ്റെ മാത്രം 2ഉം 3യും കൂടെ ഉള്ള ആ ചേഞ്ച് മാത്രം ഒന്ന് നോക്കുക. 4ൻ്റെ അതുപോലെ തന്നെ 4ഉം 5 അതുപോലെ നിർത്തിയാൽ 2വിന് ഇയും 3ക്ക് എയും കൊടുക്കാമായിരുന്നില്ല. ഇവിടെ 2 ഓപ്ഷനിൽ നമ്മൾ ഈ ഒരു ഓപ്ഷനിലേ എടുത്തേ. അതിന് പകരം നമ്മൾ 2വിന് ഇയും 3ക്ക് എയും കൊടുക്കുക. 2E 3A. ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ, അതായത് ഇവിടുത്തെ 1B തന്നെ, 4C തന്നെ, 5D തന്നെ. അപ്പം 1ൻ്റെ Bയുടെ കോസ്റ്റ് 38 ആണ്. 2ൻ്റെ ഇയുടെ കോസ്റ്റ് 36 വരും. 3യുടെ എയുടെ കോസ്റ്റ് 41 വരും. മറ്റേത് രണ്ടും സെയിം ആണ്, 41 35. ആഡ് ചെയ്യുമ്പം 8 + 6 14, 14 + 1 15, 21 ക്യാരി 2 5 + 3 8 + 4 12 + 4 16 + 3 191 വരും. ഇനിയുണ്ട് ഓൾട്ടർനേറ്റ് സൊല്യൂഷൻ. ഇനി നമ്മൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഇപ്പോൾ എഴുതിയ ഈ ചോയ്സ്, ഇത് രണ്ടും ഓൾട്ടർനേറ്റ് ചെയ്തിട്ടുള്ള എഴുതി. ഇനി നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ ഓൾട്ടർനേറ്റ് ചെയ്യാമായിരുന്നല്ലോ. ഇതും 2 ചോയ്സ് ഉണ്ടായിരുന്നു. 4ന് C എടുത്തതിന് പകരം 4ന് Dയും 5ന് Cയും കൊടുക്കാം. അപ്പോൾ നമുക്ക് വേറൊരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ ഇവിടെ സെയിൽസ്മെൻ എല്ലാം എഴുതണമെന്നില്ല, ഉണ്ടെന്ന് പറഞ്ഞാലും മതി. ഡിസ്ട്രിക്റ്റ് സെയിൽസ് 1 2 3 4 5. അപ്പം നമ്മൾ ആദ്യത്തെ 3നും ഇതുപോലെ തന്നെ എടുത്തു. അപ്പോൾ അത് B A E. ഇനി സിയും ഡിയും, ഇവിടെ സിയും ഇവിടെ ഡിക്കും പകരം ഇവിടെ ഡി ഇവിടെ സിയും കൊടുക്കുക. ഇവിടെ ഡി ഇവിടെ സി. അപ്പം 38 40 37. ഇനി 4Dയുടെ കോസ്റ്റ് 36, 5Cയുടെ കോസ്റ്റ് 40, 15 + 6 21 ക്യാരി 2 5 9 12 15 191. അപ്പോൾ നമുക്ക് മൂന്നാമത് വേറൊരു സൊല്യൂഷൻ കിട്ടുന്നത്. നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ 2 സൊല്യൂഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ 4 സൊല്യൂഷൻ ഉണ്ട്. കാരണം എന്താ, ഈ 4 0 നമുക്കിവിടെ ആർബിട്രറി ആയിട്ട് നമ്മൾ ചൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ അനദർ സൊല്യൂഷൻ എന്താണ്, ഇവിടെ നമ്മൾ 2ഉം 3 ഇൻ്റർചേഞ്ച് ചെയ്തപ്പോൾ 4ഉം 5 ഇങ്ങനെയല്ലേ കിടന്നത്. അപ്പോൾ ഇതേ 2ഉം 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഡിയും ഇവിടെ സിയും നമുക്ക് കൊടുക്കാം. അപ്പം സെയിൽസ്മെൻ ഡിസ്ട്രിക്റ്റ് സെയിൽസ് 1 2 3 4 5 BE ACD. അല്ല, ഇവിടെ ഡി ഇവിടെ സി.
ഇത് അതുപോലെ തന്നെ ഇത് ഇവിടെ നമ്മൾ ചെയ്തത് ഇത് അതുപോലെ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്ത് ഇവിടെ എഴുതി. ഇങ്ങോട്ട് ചെയ്തപ്പം ഇത് രണ്ടും ഈ മാറ്റിയിട്ട് ഇത് ബാക്കിയല്ല അതുപോലെ എഴുതി. ഇനി ഇവിടെ നമ്മൾ ചെയ്ത് ഇത് മൂന്നും അതുപോലെ വെച്ചിട്ട് സിയും ഡിയും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്തു. ഇവിടുത്തെ കോസ്റ്റ് 38, 36, 41. 4ൻ്റെ ഡി ആണെങ്കിൽ 36, 40. ആഡ് ചെയ്യുമ്പോൾ 7 + 8 + 6 14, 15, 16, 20. 15 + 6 21, 5, 8, 12, 15, 191. എല്ലാത്തിനും സെയിം കോസ്റ്റാണ് വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ 4 സൊല്യൂഷൻ പോസിബിൾ ആയിരുന്നു. 1B മാത്രമേ നമുക്ക് ഫിക്സ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് പല രീതിയിൽ 2നും 3ക്കും 2 ഓപ്ഷൻ ഉണ്ട്, 4നും 5നും 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് അങ്ങനെ 2 ഓപ്ഷൻ വെച്ചിട്ട് 2 ഉള്ളത് കൊണ്ട് 4 പോസിബിലിറ്റി ഉണ്ട്. ഇതാണ് അതിൻ്റെ സൊല്യൂഷൻസ് വരുന്നത്. ഇതൊരു മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരുന്നു. ഓൾട്ടർനേറ്റ് ഒപ്റ്റിമൽ സൊല്യൂഷനും ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്പ് പ്രോബ്ലംസാണ് നമ്മൾ ചെയ്തത്. അതായത് വേരിയേഷൻസ് ഓഫ് അസൈൻമെൻറ്റ് പ്രോബ്ലത്തിന് മൾട്ടിപ്പിൾ ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടു, പിന്നെ മാക്സിമൈസേഷൻ പ്രോബ്ലം കണ്ടു. ഇനി വരുന്നത് അൺബാലൻസ്ഡ് അസൈൻമെൻറ്റ് പ്രോബ്ലം. അതായത് നമുക്ക് ഒരു അസൈൻമെൻറ്റ് പ്രോബ്ലം അൺബാലൻസ്ഡ് ആവുന്നത് എപ്പോഴാണ്? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ അല്ലാതെ വരുമ്പം. അപ്പോൾ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ അല്ലാതെ വരുമ്പം ഏതാണോ കുറവ്, ഇപ്പോൾ റോയാണ് കുറവെങ്കിൽ ഒരു ഡമ്മി റോ, എല്ലാ കോസ്റ്റുകളും 0 കൊടുത്ത് നമ്മൾ ഡമ്മി റോ എടുക്കും. ഒരു കോളമാണ് കുറവെങ്കിൽ, അതായത് സ്ക്വയർ മെട്രിക്സ് അല്ല, ഒരു കോളം കുറവുണ്ട് എങ്കിൽ നമ്മളൊരു കോളം ഇതിന് മൊത്തം കോസ്റ്റ് 0 കൊടുത്ത് ഡമ്മി ആയിട്ടൊരെണ്ണം കൊടുക്കേണ്ടി വരും. അതാണ് അൺബാലൻസ്ഡ് അസൈൻമെൻറ്റ്. മറ്റേത് നമ്മൾ ടോട്ടൽ ഡിമാൻഡ് ഈക്വൽ ടു ടോട്ടൽ സപ്ലൈ അല്ലെങ്കിൽ ഡമ്മി കൊടുക്കുന്നത് പോലെ ഇവിടെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഡിഫറെൻ്റ് ആണെങ്കിൽ ഏതാണോ കുറവ് അത് നമ്മൾ ഒരു എക്സ്ട്രാ ഒരു ഡമ്മി റോ, ഇപ്പോൾ റോ ആണ് കുറവെങ്കിൽ ഒരു ഡമ്മി റോ 0 കോസ്റ്റ് ഉള്ളത് കൊടുക്കും. കോളമാണ് കുറവെങ്കിൽ ഒരു കോളം നമ്മൾ ഡമ്മി കൊടുക്കും. പിന്നെ വരുന്നത് റെസ്ട്രിക്ഷൻ ഓൺ അസൈൻമെൻ്റ് ആണ്. ചിലതിൻ്റെ അടുത്ത് നമുക്ക് ചില അസൈൻമെൻറ്റുകൾ ഇപ്പോൾ 1ന് A കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ 1ൻ്റെ Aയുടെ കോസ്റ്റ് അവിടെ നമ്മൾ വെരി ലാർജ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി M1 അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഫോമിൽ കൊടുക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് അവിടെ നമുക്ക് അസൈൻമെൻറ്റ് കൊടുക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. അപ്പം റെസ്ട്രിക്ഷൻ വരുമ്പോൾ മറ്റിടത്തും അങ്ങനെയാണ്. നമ്മൾ റെസ്ട്രിക്റ്റഡ് റൂട്ടിൻ്റെ പ്രോബ്ലം ട്രാൻസ്പോർട്ടേഷനിൽ നമ്മൾ ചെയ്തപ്പോഴും ഒരു റോഡ് പ്രോബ്ലം ഒരു പ്രോബ്ലം നമ്മൾ അങ്ങനെ ചെയ്തായിരുന്നു. ഒരിടത്തോട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ അല്ല എങ്കിൽ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ വെരി ലാർജ് M കൊടുക്കും. ഇവിടെ അങ്ങനെയാണ്. അസൈൻമെൻറ്റ് പോസിബിൾ അല്ല എങ്കിൽ നമ്മൾ അവിടെ ഒരു വെരി ലാർജ് കൊടുക്കും. ആ ടൈപ്പ് ഒരു പ്രോബ്ലമാണ് ഇനി അടുത്തത് വരുന്നത്. ഇൻ ദ മോഡിഫിക്കേഷൻ ഓഫ് എ പ്ലാൻ ലേഔട്ട്, ഇൻ ദ മോഡിഫിക്കേഷൻ ഓഫ് എ planned layout of a factory for new machines M1, M2, M3 and M4 are to be installed in a machine shop. In a machine shop, there are 5 vacant places. There are 5 vacant places. A, B, C, D and E available. A, B, C, D and E available. Because of limited space, machine M2 cannot be placed. Machine M2 cannot be placed at C. Cannot be placed at C. And M3 cannot be placed at A. Cannot be placed at A. The cost of locating a machine, the cost of locating a machine, cost of locating a machine
at a place in 100 rupees. In 100 rupees is as follows. M1, M2, M3, M4. A, B, C, D, E. ഇവിടെ മെഷീന്, ഇവിടെ ലൊക്കേഷൻ. 9, 11, 15, 10, 11, 12, 9. അവിടെ ഇല്ല, കാരണം M2 നമുക്ക് C വെക്കാൻ പറ്റിയില്ലാന്ന് പറഞ്ഞായിരുന്നല്ലോ. പിന്നെ 10, 9. പിന്നെ M3 E പറ്റത്തില്ല. 11, 14, 11, 7, 14, 8, 12, 7, 8. Find the optimal assignment schedule. Find the optimal assignment schedule. ഇവിടെ കോസ്റ്റ് ഓഫ് ലൊക്കേറ്റിംഗ് എ മെഷീനാണ് തന്നേക്കുന്നത്. അപ്പോൾ അത് മിനിമൈസ് ചെയ്യാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് 2 സ്പെഷ്യൽ കേസ് ഇവിടെ വരുന്നുണ്ട്. നോക്കിയേ, 2 ഇടത്ത് അസൈൻമെൻറ്റ് പോസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ കോസ്റ്റ് നമ്മൾ M കൊടുക്കണം, ഇവിടെ നമ്മൾ കോസ്റ്റ് M കൊടുക്കണം. പിന്നെ എന്താ പ്രശ്നം, ഇവിടെ 4 എണ്ണവും ഇവിടെ 5 എണ്ണവും ഉണ്ട്. അതായത് 5 കോളം ഉണ്ട്, 4 റോയേ ഉള്ളൂ. അപ്പോൾ നമ്മളൊരു മെഷീൻ M5 എന്ന് പറഞ്ഞ് ഒരു ഡമ്മി 0 കോസ്റ്റ് ഉള്ള ഒരു ഡമ്മി മെഷീൻ നമ്മളിവിടെ കൊടുക്കേണ്ടി വരും. അതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആൻസറിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഡമ്മി റോ കൊടുക്കണം, പിന്നെ ഈ കോസ്റ്റ് രണ്ടും എമ്മും കൊടുക്കേണ്ടി വരും. ആസ് ദ കോസ്റ്റ് മെട്രിക്സ് ഈസ് നോട്ട് ബാലൻസ്, add one dummy row with 0 cost. Zero cost element in that row. Also assign a high cost M2 എവിടെയാ, to the cell M2C and M3A. ആ 2 പൊസിഷനിൽ നമ്മൾ ഹൈ കോസ്റ്റ് M വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ ടേബിൾ എന്ന് പറയുന്നത് എന്താണ്, M1, M2, M3, M4, M5 ഡമ്മി, A, B, C, D, E. 9, 11, 15, 10, 11, 12, 9. ഇവിടെ M കൊടുക്കണം. 10, 9. ഇവിടെയും M. 11, 14, 11, 7, 14, 8, 12, 7, 8. ഇത് ലാസ്റ്റ് കോളം മൊത്തം കോസ്റ്റ് 0 കൊടുക്കണം. അപ്പം നമുക്ക് ആദ്യം ഇതാണ് നമ്മുടെ ടേബിൾ. ബാലൻസ് ചെയ്തു, അത് അൺബാലൻസ്ഡ് ആയിരുന്നു. ഇവിടെ 4/5 മെട്രിക്സ് ആയിരുന്നു, നമ്മളതിനെ 5/5 ആക്കി ബാലൻസ് ചെയ്തു. പിന്നെ റെസ്ട്രിക്ഷൻ ഉള്ളിടത്ത് നമ്മൾ വെരി ഹൈ കോസ്റ്റ് M കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, റോ മിനിമം സബ്ട്രാക്ട് ചെയ്യണം, കോളം മിനിമം സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ സബ്ട്രാക്റ്റിംഗ് റോ മിനിമ, സബ്ട്രാക്റ്റിംഗ് റോ മിനിമ. M1, M2, M3, M4, M5, A, B, C, D, E. ആയതിൻ്റെ അകത്ത് നമുക്ക് 9 അല്ലേ മിനിമം വന്നേക്കുന്നത്. 9 കുറയ്ക്കുമ്പം 0, 2, 6, 1, 2. 0, 2, 6, 1, 2. രണ്ടാമത്തേൻ്റെ അകത്ത് 9 ആണ് മിനിമം വന്നേക്കുന്നത്. അപ്പോൾ 3, 0. നമുക്ക് എമ്മിൻ്റെ അകത്തുനിന്ന് ഒരു 9 പോയെന്നും കൊണ്ട് വലിയ വ്യത്യാസം വരില്ല, അതുകൊണ്ട് അത് M എന്ന് തന്നെ ഇട്ടാൽ മതി. അപ്പം 3, 0, M, 1, 0.
30 M10. M-3 ചെയ്യേണ്ട കാര്യമില്ല. അടുത്തത് 11 ആണ് മിനിമം. അപ്പോൾ M4 അല്ല 11 കുറച്ച് കഴിയുമ്പോൾ 0 അല്ല 11 അല്ല 7 ആണ് അല്ലേ. അപ്പോൾ 7 മിനിമം. അപ്പോൾ M-7 M തന്നെ ഇട്ട് 11 - 7 4. ഇവിടെ 7 4 0. അപ്പോൾ 7 4 7 4 0 4 7 4 0. അടുത്തടുത്ത് 7 ആണ് മിനിമം. 7 1 5 0 1 7 5 7 1 5 7 1 5 0 1 7 1 5 0 1. അടുത്ത റോ മൊത്തം 0 ആയതുകൊണ്ട് അതിനോടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി കോളം മിനിമം നമ്മൾ ചെയ്യേണ്ടി വരിക, കാരണം എല്ലാ കോളത്തിലും 0 ഇല്ലേ. എല്ലാ കോളത്തിലും 0 ഉള്ളതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ട. ഇനി നമ്മൾ അസൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. അസൈൻമെൻറ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാം? നമ്മൾ ഒരു 0 മാത്രമുള്ള റോ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു 0 മാത്രമേ ഉള്ളൂ. അവിടെ ഉള്ള കറസ്പോണ്ടിങ് കോളത്തിലെ 0 വെട്ടിക്കളഞ്ഞു. ഇവിടെ 2 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉള്ളൂ. ഇവിടെ ഒരു 0 ആയതുകൊണ്ട് നമുക്ക് ആ കോളത്തിലെ സീറോസ് വെട്ടിക്കളഞ്ഞു. ഇനി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു 0 ഉള്ളൂ. അപ്പോൾ ആ 0ക്ക് അസൈൻമെൻറ്റ് കൊടുത്തു. അപ്പോൾ ഈ കോളം വെട്ടിക്കളഞ്ഞു. ഇനി നമ്മൾ കോളം വൈസ് നോക്കുമ്പം ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. ഇവിടെ 1 ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് എടുത്തു. അപ്പോൾ ഇത് കട്ടിക്കളഞ്ഞു. എടുത്തു കഴിയുമ്പോൾ നമ്മളൊരു കോളം ചൂസ് ചെയ്തിട്ടാണെങ്കിൽ ആ കറസ്പോണ്ടിങ് റോ മൊത്തം കട്ട് ചെയ്ത് കളയും. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ നോക്കിയാൽ ഇനി ഒരു റോ വൈസ് നോക്കിയാൽ ഈ റോയിൽ ഇനി ഒരു 0 അല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ 0 ചൂസ് ചെയ്തു. അപ്പോൾ പിന്നെ ഇനി ആരുമില്ല, എല്ലായിടത്തും ചോയ്സ് കഴിഞ്ഞു. അപ്പോൾ 5 അസൈൻമെൻറ്റായി. 1 2 3 4 5 5 അസൈൻമെൻറ്റുമായി. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഒപ്റ്റിമലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റി. സൊല്യൂഷൻ ഈസ് ഒപ്റ്റിമൽ. കാരണം എന്താ? ആസ് നമ്പർ ഓഫ് അസൈൻമെൻറ്റ്സ് ഈക്വൽ ടു number of rows. Optimal solution is machine, location, cost. M1 M2 M3 M4 M5 അത് ഡമ്മിയാണ്. M1 എന്ന എയ്ക്ക്, M2 ബിക്ക്, M3 ഇക്ക്, M4 ഡിക്ക്, ഇത് നമുക്ക് സിക്ക്. കോസ്റ്റ് നമ്മൾ നോക്കുമ്പം ഒറിജിനൽ ടേബിൾ നോക്കുക. ഇവിടെയാണ് കോസ്റ്റ് നിൽക്കുന്നത്. ഇവിടെ 9 വരും, ഇവിടെ 9 വരും. M3 എന്ന് പറയുമ്പോൾ 7. അപ്പം 9 9 7 12. 9 9 7 12. ഇവിടെ കോസ്റ്റ് എപ്പോഴും 0 അല്ലേ വരുന്നത്. അപ്പം 18 37 18 പ്ലസ് M4D, ഇത് 12 അല്ല 7 ആണ്. M4D ഇവിടെ 7 ആണ്, ഞാൻ എഴുതിയപ്പോൾ മാറിപ്പോയതാ. 12 + 40 അല്ല 18 + 40 32. അപ്പം 3200 ആണ് കോസ്റ്റ് വരുന്നത്. therefore ടോട്ടൽ കോസ്റ്റ് ഈസ് ₹3200. കാരണം ഇൻ ഹൺഡ്രഡ്സ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് 3200 എന്ന് കിട്ടും.